ചർച്ചയുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെനിക്കറിയില്ല. ഡൽഹിയിലെത്താൻ പറഞ്ഞു, നാളെ കാലത്ത് വരാമെന്നും പറഞ്ഞു. അത്ര ബാക്കിയൊക്കെ എങ്ങനെയാണ് അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചിരിക്കും. എങ്ങനെ അതായിരിക്കും, അല്ലാതെ കാലാവസ്ഥയെക്കുറിച്ച് ചോദിക്കാൻ ഇപ്പം അങ്ങോട്ട് വിളിക്കില്ലല്ലോ. ഏതായാലും നാളെ മറ്റന്നാളോ ആയിട്ട് എന്തായാലും തീരുമാനം വരും. നിങ്ങളുടെ ആകാംക്ഷയ്ക്കൊക്കെ അറുതി വരുന്നതാണ് എൻ്റെ പ്രതീക്ഷ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന 3 പേരുമായി ഹൈക്കമാൻഡ് വളരെ വിശദമായി ചർച്ചയിലെത്തി. അതിനുശേഷം മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും തീരുമാനമെടുക്കുമെന്നായിരുന്നു അന്ന് ദീപദാസ് മുൻഷി പറഞ്ഞത്. പിന്നെയും ഈ മുതിർന്ന നേതാക്കളെ വിളിച്ചു വരുത്തിയുള്ള ചർച്ച, അത് സാഹചര്യം കൂടുതൽ കൃത്യമായി വിലയിരുത്താനാണോ, അത് അന്നത്തെ ചർച്ചയിൽ പരിഹാരമാകാത്തതുകൊണ്ടാണോ, ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിൽ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണോ? എന്താണെന്ന് നാളെ ചെല്ലുമ്പോഴല്ലേ അറിയുള്ളൂ. അന്ന് ഈ ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ വന്ന സമയത്ത് ഞാൻ എൻ്റെ അഭിപ്രായം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. എങ്ങനെ നാളെ പോകുമ്പോഴും അത്രയേ ഉള്ളൂ പറയാനുള്ളൂ. MLA-മാരുടെ എണ്ണമായിരിക്കും പ്രധാനപ്പെട്ടതെന്ന് നേരത്തെ തന്നെ പല നേതാക്കളും പറഞ്ഞിരുന്നു, KM പറഞ്ഞിരുന്നു. MLA-മാരുടെ എണ്ണം സംബന്ധിച്ച ഒരു തീരുമാനം ആയതാണ്. പിന്നെയും എന്തുകൊണ്ടായിരിക്കും ഈ വൈകല്യം? MLA-മാരുടെ എണ്ണം നിങ്ങൾ പറയുന്ന പോലെ ആയിരിക്കണം എന്നില്ലല്ലോ. MLA-മാർ അതിൻ്റെ അകത്ത് പോയി പറഞ്ഞ കാര്യങ്ങളല്ലേ, അതുകൂടെ കേന്ദ്ര നേതൃത്വം അതൊക്കെ പരിശോധിക്കും. ഈ തീരുമാനം ഹൈക്കമാൻഡ് എടുത്തിട്ട് അത് നേതാക്കളെ ബോധ്യപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണോ നാളത്തെ ചർച്ച? എന്തിനാണ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം? എന്താ? ഹൈക്കമാൻഡ് തീരുമാനം എടുത്താൽ അത് ഫൈനലാണ്. അതിന് പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ആരും തന്നെ ഹൈക്കമാൻഡിന്റെ ഒരു ഉത്തരവിനെയും ഞങ്ങൾ ലംഘിക്കില്ല. ഈ ഹൈക്കമാൻഡ് തീരുമാനം വന്നു കഴിഞ്ഞാൽ ചിലരൊക്കെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരും, മന്ത്രിസഭയിൽ ചെയ്തില്ല, അങ്ങനെയുള്ള സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നു. അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഭാഗമായി ഊഹാപോഹങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാണ് വിളിപ്പിച്ചതെന്ന് അറിയില്ല. അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങൾ പറയും. അതനുസരിച്ച് ഹൈക്കമാൻഡ് എന്തെങ്കിലും തീരുമാനം എടുക്കും. നാളെ തന്നെ, നാളെയോ മറ്റന്നാളായിട്ട് തീരുമാനം എടുക്കും, ഉറപ്പാണ്. 48 മണിക്കൂറിനധികം പോയില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നത് വലിയ ആക്ഷേപം നേരിടുന്നുണ്ട്. ഇല്ല, എന്താ ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ, 10 ദിവസമൊക്കെ ധാരാളല്ലേ. എന്റെ കുഴപ്പം എന്താ? ഭൂരിപക്ഷമില്ലായിരുന്നു വിജയ് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തു. എങ്ങനെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തു? എന്നിട്ട് കേരളത്തിൽ കൃത്യമായ മാൻഡേറ്റ് ഉള്ള കോൺഗ്രസിന് എന്താണ് പറ്റാത്തത്? അല്ല, അത് തമിഴ്നാട്ടിൽ ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല. ചിലപ്പോ 2-3 ആഴ്ച എടുത്തേനെ. ഈ KV തോമസ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അതിൽ KMന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. ഏതായാലും വേറെ കുഴപ്പം ചെയ്തു എന്നൊന്നും ഇല്ലല്ലോ, അത് ഭാഗ്യം. ഇംഗ്ലീഷ്